ഹായ് ഫ്രണ്ട്സ്, നെയ്മീൻ കറിയും മട്ടൻ്റെ കരൾ ഉലർത്തിയതും അതാണിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ മട്ടൻ്റെ കരളെടുത്ത് ഫ്രീസറിൽ വെച്ചേക്കുന്ന വെള്ളത്തിലിട്ടു. ഫിഷ് കഴുകി വൃത്തിയാക്കി കുറച്ചെടുത്തിട്ട് ഒരു 4-5 പീസ് എടുത്ത് മുളക് വറ്റി വെച്ചു. മുളകും മഞ്ഞൾ, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം ചതച്ച് നന്നായിട്ട് ആഡ് ചെയ്തു. പിന്നെ അടുത്ത് നമുക്ക് ചട്ടി വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉലുവയാണ് ആദ്യം ഇട്ടത്. ഉലുവ കടുവിന് പകരം ഉലുവയാണ് ഇട്ട് മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു. അതെല്ലാം കൂടെ കൂടിയിട്ട് ആഡ് ചെയ്തു. കറിവേപ്പില ഇട്ടു, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി ശകലം കൂടുതൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. മുളക് കറിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ മുളക് കൂടി മുന്നിൽ നിൽക്കണം, നല്ല കളറ് വരണം. അങ്ങനെ മുളക്, ശകലം മല്ലിപ്പൊടി, ശകലം അത് ഓരോ മീനിനനുസരിച്ച്. ഞാൻ 1 കിലോയുടെ മീനാണ് മേടിച്ചേക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് കിച്ചണിൽ കറണ്ട് ഇടയ്ക്ക് പ്രോബ്ലം വന്നേക്കണം. കാരണം 3 ഫേസ് ആണെങ്കിലും ഇടയ്ക്ക് പോവുകയും വരികയും ചെയ്യുകയാണ്. അതിപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം കുടംപുളി നന്നായിട്ട് തിളച്ച് കുടംപുളി ഇട്ട് ഇതെല്ലാം തിളച്ചതിന് ശേഷം മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഞാൻ പെറുക്കി ഇടുകയാണ്. അങ്ങനെ മീനെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളച്ച് ഒന്ന് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് പതുക്കെ താളിച്ച് മാറ്റി വെച്ചു. അടുത്തതിൻ്റെ കരളിൻ്റെ കറിയും. ആടിൻ്റെ കരളെടുത്ത് അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ മാറ്റി വെച്ചിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം കട്ട് ചെയ്തിരുന്നു. പിന്നെയുള്ളത് ചുവന്ന മുളക്, വറ്റൽമുളക് എടുത്ത് മിക്സിയിലിട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിരുന്നു. ഇതിൻ്റെ ഉള്ളിയും ഇതൊക്കെ എല്ലാം വഴറ്റിയതിന് ശേഷം ഈ ചുവന്ന വറ്റൽമുളക് എടുത്ത് അതിനകത്തുനിന്ന് ചെറുതായിട്ട് മൂപ്പിച്ചു. കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന കരളിന് എടുത്തിട്ട് വെള്ളം കൂടാതെ എടുത്ത് ഞാൻ ചട്ടിയിലേക്ക് എടുത്ത് വെച്ച് അത് വഴറ്റാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഈ കരൾ വെള്ളം കൂടെ വച്ചേക്കുന്നത്, ആ വെള്ളം മാത്രം ഞാൻ എടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ആ കട്ടുണ്ടല്ലോ, ചിലർക്ക് ഈ ആടിൻ്റെ കട്ട് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുക്കാതെ വേറെ സെപ്പറേറ്റ് ചൂടുവെള്ളം ശകലം എടുത്തിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം ഈ ആടിൻ്റെ കരളും ഇട്ട് അതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം വഴറ്റിയെടുത്തിട്ട് മല്ലിയും മഞ്ഞളും മുളക്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം ആടിൻ്റെ കരളും ഇട്ട് മൂടി വെച്ച് വേവിച്ചിട്ട് എടുത്ത് നന്നായിട്ട് വറ്റി ഈ 1 ഗ്ലാസ് വെള്ളം വയ്ക്കുന്നത് കൂടെ വറ്റി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി പാകത്തിന് പിടിച്ചോളും. അപ്പം അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ചൂടുവെള്ളം എടുത്ത് വച്ചേക്കുന്നത്, നേരത്തെ എടുത്ത് വെച്ചിരുന്നത്, അതങ്ങനെ തിളച്ച് പാകമായി. ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കുറച്ച് അടുത്തടുപ്പിൽ. പെട്ടെന്ന് എൻ്റെ മീൻ കറി കണ്ടോ നന്നായിട്ട് ബ്രൗൺ കളറായി. മീൻ പൊരിക്കാനിട്ടു. സമയം കുറച്ച് വൈകി. നമ്മൾ കുറച്ച് പേരുണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ചിലർക്ക് ചോറ് മതി എന്ന് പറഞ്ഞു, കുറച്ച് പേർക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കഴിക്കാനായിട്ട്